ഐസ് ക്യൂബ് ഇട്ട് സോഡയും കൂടി ഇട്ട് കഴിയുമ്പോൾ കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഈ ഒരു ഫീൽ നമുക്ക് കിട്ടണമെങ്കിൽ അത് നമ്മൾ സോഡ ഒഴിച്ച് ഐസ് ക്യൂബ് ഇട്ട് കഴിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. ഇനി സോഡ മാത്രം ഒഴിച്ച് കഴിച്ചാലൊന്നും ആ ഒരു ഫീൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു, ഐസ് ക്യൂബ് ഇട്ട് നിങ്ങൾ ഏത് ഡ്രിങ്കിൻ്റെ കൂടെ ഐസ് ക്യൂബ് ഇട്ട ശേഷം ഐസ് ക്യൂബ് മാത്രമായിട്ടോ അല്ലെങ്കിൽ ഒരു അല്പം സോഡയും ഒഴിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫ്ലേവർ, ആ ഒരു ടേസ്റ്റ്, അത് സോഡ മാത്രം ഇട്ട് കഴിച്ചാലോ പച്ചവെള്ളം ഒഴിച്ച് കഴിച്ചാലോ അതല്ല മറ്റു കോള ഒഴിച്ച് കഴിച്ചാലോ നിങ്ങൾക്ക് കിട്ടില്ല. അത് ഞാൻ പറയാം. ഓക്കെ, അതൊന്നല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുള്ളൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എന്നാലും ഒരു കാര്യം ഞാൻ പറയാം, സാധാരണ ഇവിടെ യു കെയിലൊക്കെ കിട്ടുന്ന പോലെ സ്കോച്ച് അല്ലെങ്കിൽ ഇവിടെ കിട്ടുന്ന ബ്രാൻഡി അല്ലെങ്കിൽ ഇവിടെ കിട്ടുന്ന വിസ്കി, മറ്റുള്ള ബ്രാൻഡുകൾ, ജിന്ന്, റമ്മ്, ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീലേ അല്ല ഇത്. ഒരല്പം കഴിച്ചാൽ തന്നെ തലയ്ക്ക് ഒരുമാതിരി കിളി പറക്കുന്ന ഒരു ഫീൽ കിട്ടും. കാരണം 42.88% എന്ന് പറഞ്ഞാൽ വെരി ഹൈ ആണ്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രീമിയത്തിൽ ഒരു ബ്രാൻഡിക്ക് എന്ന് പറഞ്ഞാൽ ഹൈ ആണ്. അപ്പോൾ അതാണ് ഇന്ത്യൻ ബ്രാൻഡുകളിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. ടേസ്റ്റിൻ്റെ കാര്യമാണെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും നമുക്ക് നമ്മുടെ സാധനം വിദേശ രാജ്യങ്ങളോട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് ഭയങ്കര ഹ്യൂജ് വ്യത്യാസമുണ്ട്. എന്നിട്ട് നമ്മുടെ സാധനം മോശമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്ത്യക്ക് പുറത്ത് കിട്ടുന്ന പല രാജ്യങ്ങളിൽ കിട്ടുന്ന മദ്യം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക സ്റ്റാൻഡേർഡ് ലെവലാണ്. ഒരുപാട് കുത്തലുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നും ഉള്ളതല്ല, ഇല്ല, സ്മൂത്ത് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ അവിടെ കിട്ടുന്ന സാധനങ്ങളാണ് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ തരത്തിലുള്ള കുത്തലുകളും കാര്യങ്ങളും. അത് ഈ അതിൻ്റെ ബ്രാൻഡിൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ അത് മേക്കിങ്ങിൻ്റെ വ്യത്യാസം, അങ്ങനെയൊക്കെ പല കാര്യങ്ങളായിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. അതിനെപ്പറ്റി ബേസിക്കലി ഇത്രയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ നാട്ടിൽ നമ്മൾ വിദേശത്തു നിന്നൊരു ബ്രാൻഡി അല്ലെങ്കിൽ വിസ്കി കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിലുള്ളവർക്ക് കൊടുത്തു കഴിയുമ്പോൾ അവർ ആദ്യം പറയുന്ന കാര്യമുണ്ടോ, ഇത് അപ്പടി സ്മൂത്തായി, ഇതെനിക്കും കൊടുത്തില്ല, എനിക്ക് പറ്റുന്നത് നമ്മുടെ സാധാരണ ഹണിബിയാണ് അല്ലെങ്കിൽ നമ്മുടെ സാധാരണ MC ആണ് അല്ലെങ്കിൽ ഇതുപോലെ കെയറോൺ ആണെന്നൊക്കെ പറയുള്ളൂ. കാരണം അവർക്ക് സ്ഥിരം അത് കഴിച്ചേക്കുന്നതുകൊണ്ട് സ്മൂത്തായിട്ടുള്ള സാധനം കൊടുത്തു കഴിഞ്ഞാൽ പോലും അല്ലെങ്കിൽ കിട്ടുവാണെങ്കിൽ അവർക്ക് എന്നോട് താല്പര്യമില്ല, തലയ്ക്ക് പിടിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങൾ നാട്ടിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങളുടെയൊക്കെ പല കൂട്ടുകാരും വിദേശത്തു നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് ആ വിദേശത്തു നിന്നുള്ള ബ്രാൻഡി അല്ലെങ്കിൽ വിസ്കിയെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ അത് ആ ഒരു വ്യത്യാസം എപ്പോഴും നിൽക്കും. അത് എത്ര നല്ല വിസ്കിയോ ബ്രാൻഡിയോ ഒക്കെ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയാലും അത് ഈ ഒരു വ്യത്യാസം എപ്പോഴും ഉണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചുള്ളത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ തുടക്കത്തിൽ മണക്കുമ്പോൾ ആ കുത്തിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ലെവൽ ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം കിക്കിൻ്റെ കാര്യം അത്യാവശ്യം ഒരു അല്പം തന്നെ കഴിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല